മലയാറ്റൂർ കുരിശുമല കയറുന്ന പോലെ തന്നെ അത്ര എളുപ്പമല്ല ഈ കാണുന്ന കനകമല കയറാൻ. സമുദ്രനിരപ്പിൽ നിന്നും 3000 അടി മുകളിലാണ് നമ്മുടെ ഈ കനകമല സ്ഥിതി ചെയ്യുന്നത്. മൊത്തം 14 കുരിശിന്റെ വഴികളാണ് നമ്മുടെ കനകമലയിലുള്ളത്. മലയാറ്റൂർ മലയെ അപേക്ഷിച്ച് നല്ല രീതിയിലുള്ള കഷ്ടപ്പാടുണ്ട് നമ്മുടെ ഈ കനകമല കയറാൻ. പോകുന്ന വഴിയെല്ലാം ചെങ്കുത്തനുള്ള കയറ്റമായതുകൊണ്ട് എല്ലാവർക്കും എളുപ്പമാവൂല. 4ാമത്തെ കുരിശുമടി കഴിഞ്ഞ് അങ്ങോട്ടുള്ള വഴികൾ എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള ടാസ്ക് ആണ്. അതുകൊണ്ട് തന്നെ വരുന്നവരെല്ലാം നോക്കിയും കണ്ടും കയറാൻ ശ്രമിക്കുക. കയറി വരുന്ന വഴിക്കൊക്കെ ഓരോ സൈഡിലും നമുക്ക് നല്ല രീതിയിലുള്ള വ്യൂ പോയിന്റ്സ് ഒക്കെ കാണാൻ കഴിയും. കനകമല കയറുന്ന വഴിക്കൊക്കെ ടോയ്ലറ്റ് സൗകര്യങ്ങളും കുടിക്കാനുള്ള വെള്ളവും നമുക്ക് ഇവിടെ കിട്ടും. ഈ കനകമലയുടെ ചരിത്രം പറയുമ്പോൾ 1940കളിൽ മലയുടെ മേളിൽ പ്രകാശിക്കുന്ന കുരിശും അതിനു ചുറ്റും വെളിച്ചവും അന്നത്തെ പേരാമ്പ്ര പള്ളി വികാരിയായ വലിയ വീട്ടിൽ അന്തപ്പനച്ചൻ കാണുകയുണ്ടായി. അതിനെ തുടർന്നാണ് കനകമലയുടെ മുകളിൽ ഒരു കുരിശ് സ്ഥാപിച്ച് തീർത്ഥാടനം ആരംഭിച്ചത്. അങ്ങനെ നമ്മൾ കുരിശിന്റെ വഴിയിൽ വരുമ്പോൾ 14ാമത്തെ കുരിശും കയറി കഴിഞ്ഞ് മുകളിലെത്തുമ്പോൾ കിട്ടുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് ഒരു രക്ഷയുമില്ല. നല്ലൊരു സൺറൈസും സൺസെറ്റ് ഒക്കെ കാണാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ് നമ്മുടെ ഈ കനകമല. മലയൊക്കെ കയറി കഴിഞ്ഞ് ഇവിടെ വന്ന് വിശ്രമിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത് അത് വേറെ തന്നെയാണ്. ഈ ഒരു നോയമ്പ് കാലത്ത് മലയാറ്റൂർ മല കയറുന്ന പോലെ തന്നെ എല്ലാവരും കനകമലയും വന്നൊന്ന് കയറാൻ നോക്കുക. തൃശ്ശൂരിലെ ചാലക്കുടിക്കടുത്ത് കൊടകര എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഈ കനകമല സ്ഥിതി ചെയ്യുന്നത്.